ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് സംസ്ഥാനത്തിന്റെ ദുരന്ത പ്രതികരണ നിധിയിലും പിണറായി വിജയന്റെ വക കടും വെട്ട്. വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് വാടകയും ജീവനോപാധി സഹായം മുടങ്ങിപ്പോയത് എങ്ങനെയെന്ന ചോദ്യത്തിനും ഉത്തരമിതാ. പിണറായി സർക്കാർ പടിയിറങ്ങുന്നതിന് മുമ്പുള്ള ഒരു വഴിവിട്ട വീതം വയ്പിൽ ഇതിനുള്ള വ്യക്തമായ ഉത്തരമുണ്ട്. സംസ്ഥാന സർക്കാർ ഉത്തരവ് നമ്പർ 203/2026/DMD ഡേറ്റഡ് 28/04/2026 എന്ന ഏപ്രിൽ അവസാന ആഴ്ചയിലെ ഇടത് സർക്കാരിൻ്റെ അവസാന ദിനങ്ങളിലെ ഈ ഉത്തരവ് വഴി നടന്നിരിക്കുന്നത് കടും വെട്ട് മാത്രമല്ല, ദുരന്ത ബാധിതരെ പിന്നിൽ നിന്ന് കുത്തുക കൂടി ചെയ്തിരിക്കുന്നു. ഇത്തവണ ജില്ലകൾക്ക് വേനൽ പ്രതിരോധത്തിനായി വെറും 1 കോടി രൂപ വീതമാണ് ഈ സർക്കാർ നൽകിയതെന്നിരിക്കെ ഒരു ചെറിയ വെറും 3 ജീവനക്കാർ മാത്രമുള്ള സ്വകാര്യ സ്ഥാപനത്തിന് ഗവേഷണത്തിൻ്റെ പേരിൽ ഏതോ ഒരു ഗവേഷണത്തിൻ്റെ പേരിൽ 9.87 കോടി രൂപ അനധികൃതമായി അനുവദിച്ചത് ആരുടെ സമ്മർദ്ദം കൊണ്ടെന്നതാണ് ചോദ്യം. കാര്യമായ യാതൊരു മുൻ പ്രവൃത്തി പരിചയമില്ലാത്ത, വർഷങ്ങളായി ഒരു ഗുണവും കേരളത്തിലെ കാലാവസ്ഥാ വ്യതിയാന പ്രവർത്തനങ്ങൾക്ക് നൽകാത്ത കോട്ടയത്തെ ക്ലൈമറ്റ് ചേഞ്ച് സ്റ്റഡീസ് എന്ന സ്വകാര്യ സ്ഥാപനത്തിനാണ് പിണറായി സർക്കാരിൻ്റെ അവസാന നാളുകളിലെ ഈ വഴിവിട്ട ധനസഹായം. 2023 മുതൽ വീടുകളുടെ നാശനഷ്ടത്തിൻ്റെ തുക അനുവദിക്കാതെ പിടിച്ചു വച്ചിരിക്കുകയാണ്. വയനാട്ടിലെ ദുരന്ത ബാധിതരെ പിന്നിൽ നിന്ന് കുത്തിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാരും ചീഫ് സെക്രട്ടറിയുമൊക്കെ. വലിയ പ്രതിഷേധമാണ് ഇതിലുണ്ടാകുന്നത്. കോവിഡ് കാലത്തെ ഒട്ടനവധി ചെലവുകൾക്കുള്ള തുക ഇപ്പോഴും പഞ്ചായത്തുകൾക്ക് പലർക്കും കിട്ടാനുണ്ട്. ദുരന്ത പ്രതികരണ നിധി ജനങ്ങൾക്ക് ദുരിതാശ്വാസം നൽകാനും അടിയന്തര ദുരന്ത പ്രതികരണ പ്രവർത്തനങ്ങൾക്കും വേണ്ടി മാത്രമാണെന്നിരിക്കുകയാണ് ഈ വഴിവിട്ട ഉത്തരവ്. വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് നൽകാൻ പണമില്ല എന്ന് കോടതി തെറ്റിദ്ധരിപ്പിച്ച് 120 കോടി രൂപ പ്രത്യേക അനുമതിയെ വാങ്ങിയെടുത്ത പിണറായി സർക്കാർ ഇത്തരത്തിൽ ആർക്കും പ്രയോജനം നൽകാത്ത ഗവേഷണങ്ങൾക്ക് തുക ഈ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും എടുത്ത് വകമാറ്റുന്നത് ചോദ്യം ചെയ്ത് ഗവർണർക്കും അക്കൗണ്ടന്റ് ജനറലിനും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനുമൊക്കെ പരാതി എത്തിയിട്ടുണ്ട്. ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് ചീഫ് സെക്രട്ടറി ജയ്തിലകിന്റെ പ്രത്യേക താൽപര്യത്തിൽ ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിൽ പിണറായി വിജയന്റെ നാട്ടുകാരനും അടുപ്പക്കാരനും കൗൺസിലിന്റെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റുമായിരുന്ന KP സുധീർ എന്ന വ്യക്തിയുടെ ശിഷ്യന്മാർ മാത്രം ജോലി ചെയ്യുന്ന ബിനാമി സ്ഥാപനത്തിനാണ് ഈ 9.87 കോടി രൂപ നൽകിയിരിക്കുന്നത് എന്നത് ഞെട്ടിക്കുന്ന വിവരമാണ്. സ്വന്തം ബന്ധുക്കളെ KFRIയിൽ നിയമിച്ചതും സ്വന്തം ഗവേഷണ വിദ്യാർത്ഥികളെ മാത്രം വിവിധ സ്ഥാപനങ്ങളിൽ നിയമിച്ചത് സംബന്ധിച്ച് ഈ KP സുധീറിനെതിരെ വിജിലൻസ് അന്വേഷണം ഇപ്പോഴുമുണ്ട്. കേരളത്തിലെ പ്രളയത്തിൽ ഡാമുകൾക്ക് ഒരു പങ്കുമില്ലെന്ന ഗവേഷണ പ്രബന്ധം പ്രസിദ്ധീകരിച്ച LDF സർക്കാരിനെ വെള്ളപൂശിയ വ്യക്തി കൂടിയാണ് ഈ KP സുധീർ. ഈ പ്രബന്ധം ആധാരമാക്കിയാണ് ഡാം അല്ല പ്രളയ കാരണമെന്ന് അന്ന് സർക്കാർ പറഞ്ഞത്. പിന്നീട് മാത്യു തോമസ് കൃഷ്ണൻകുട്ടി സംഘർഷത്തിൽ ഡാം തന്നെയാണ് പ്രളയ കാരണമെന്ന് വെളിവാകുകയായിരുന്നു. ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ മുഖ്യമന്ത്രിയുടെ പ്രത്യേക താല്പര്യമാണ് ഈ പദ്ധതി എന്ന് പറഞ്ഞാണ് ജയ്തിലക് സ്വന്തം നിലയ്ക്ക് ഈ പദ്ധതിക്ക് അനുമതി നൽകിയത്. ഗവേഷണ പദ്ധതികൾ അംഗീകരിക്കുന്നതിന് മുമ്പ് നടത്തുന്ന സ്വതന്ത്ര സാങ്കേതിക അവലോകനം ഒന്നും നടത്താതെയാണ് ഈ 9 പരം കോടി രൂപ നൽകിയതെന്നത് ഞെട്ടിക്കുന്നതാണ്. സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും ഇത്തരമൊരു തരത്തിൽ ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് പണം നൽകാൻ അനുവദിക്കാൻ വ്യവസ്ഥയില്ല. 2019 ദേശീയ ദുരന്ത നിവാരണ പദ്ധതി അനുസരിച്ച് ഇത്തരം ഗവേഷണങ്ങളുടെ മൊത്തം ചുമതല ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ഇൻകോയ്സ്, CWC, നാഷണൽ സിസ്മിക് സെന്റർ IMD എന്നിവർക്ക് മാത്രമാണ്. സംസ്ഥാനത്തിന് അവർക്ക് ആവശ്യമായ സഹായം നൽകാൻ മാത്രമാണ് ഈ വകുപ്പും പണവുമൊക്കെ. ഈ നൽകിയ തുകയിൽ 5 കോടി രൂപ കമ്പ്യൂട്ടർ വാങ്ങാൻ മാത്രമാണത്രേ. ഗവേഷണങ്ങൾക്ക് സൗജന്യമായി ഹൈ എൻഡ് കമ്പ്യൂട്ടിംഗ് സൗകര്യം കേന്ദ്ര മന്ത്രാലയങ്ങൾ ലഭ്യമാക്കുന്നുണ്ട്. പദ്ധതി രേഖ പുറം ലോകം കാണാതെ എങ്ങനെ തുകയിൽ വന്നെത്തി എന്നതും ബാക്കിയുള്ള തുക ശമ്പളത്തിന് വിനിയോഗിക്കാൻ എങ്ങനെ അനുമതി നൽകി എന്നതും ദുരൂഹമാണ്. ഗവേഷണ പ്രവർത്തനങ്ങൾക്കൊക്കെ സംസ്ഥാനത്ത് തുക അനുവദിക്കുന്നത് ശാസ്ത്ര സാങ്കേതിക വകുപ്പിൽ നിന്നുമാണ്. ഈ പണം ലഭിക്കില്ല എന്നുറപ്പായപ്പോൾ ചീഫ് സെക്രട്ടറി ഇടപെട്ട് ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും ക്രമവിരുദ്ധമായി പണം തരപ്പെടുത്തുകയായിരുന്നു. നേരിട്ട് മനുഷ്യർക്ക് സഹായം ലഭിക്കേണ്ട ദുരിതാശ്വാസ നിധിയിൽ നിന്നും ഏതോ കാലത്ത് തീർക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു ഗവേഷണത്തിനായി, അതും ഇത്തരം ഗവേഷണ ഫലത്തിന് നിയമപരമായി യാതൊരു സാധുതയും ഉപയോഗവും ഇല്ലാത്ത ഈ സമയത്ത് ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും സ്വകാര്യ സ്ഥാപനത്തിന് കമ്പ്യൂട്ടർ വാങ്ങാൻ നേരിട്ട് തുക അനുവദിച്ചതിൽ വ്യക്തമായ ക്രമവിരുദ്ധതയും സ്വജന പക്ഷപാതവും ഉണ്ട് എന്ന ആക്ഷേപവുമുണ്ട്.